northamerika.com 3 കൊല്ലായിട്ട് തൊടാത്തോണ്ട് ഫുള്ള് പോയി തുരുമ്പുടിച്ചിനല്ല ഫുള്ള് ഞമ്മനെ ഇഷ്ടമാക്കാം ഞമ്മന്നെ പെട്രോൾ ഇതിൽ ഇങ്ങനെ അയക്കുന്നല്ല നമ്മ കുറെ കൊല്ലമല്ലോ കയറ്റി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഞ്ചിൻ സീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട നമ്മൾ ഇഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇഞ്ചിൻ ഓയിൽ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിൻ അപ്പുറത്തല്ലേ നമ്മൾ പെട്രോൾ ഒഴിച്ച് കൊടുക്കണം. അത് മൊത്തമായിട്ടൊന്ന് ക്ലിയർ ആയിട്ട് പോകാൻ ഇവിടെ പെട്രോൾ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിൻ ഓയിൽ മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് കിക്കർ അടിച്ചു കൊടുക്കാം. പെട്രോൾ ഒഴിക്കുമ്പോൾ ക്ലിയർ ആവാൻ, മുമ്പത്തെ ഓയിലെല്ലാം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. സോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പെട്രോൾ ഒഴിച്ച് കൊടുക്കാം, ഒരു കിക്ക് അടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്നതിന് മുമ്പ്, റസ്റ്റൊക്കെ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് സൈലൻസറിൻ്റെയും എയർ ഫിൽറ്ററിൻ്റെ 2 ഹോൾ ഉണ്ടാവും. അതിന് നമ്മളിങ്ങനെ തുണിയോ പ്ലാസ്റ്റിക് അത് വെച്ച് മൂടണം. ലൈക്ക് വെള്ളം ഉള്ളിലേക്ക് പോകാതെ നോക്കണം. ഓക്കെ, അതാണ് മെയിൻ സാധനം ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ വാഷ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വാഷ് ചെയ്യുന്നതിന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് സർഫ് ഷാമ്പുവിൽ നമ്മൾ ആദ്യം വാഷ് ചെയ്യുന്നത്. പിന്നെ ഈ ചേസൊക്കെ നമ്മളുടെ സാൻഡ് പേപ്പർ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഈ പൈൻറ്റൊക്കെ മാക്സിമം റിമൂവ് ചെയ്യാൻ നോക്കും, റസ്റ്റ് നോക്കും. കൗവാനാളുണ്ട്, വാ കൗവാനാളെടുത്ത് നമുക്ക്. ഓക്കെ, ഷാമ്പു ഇപ്പോൾ വരാല്ലേ കൗവാണ്ടേല് വിളിച്ചോ വരാല്ലേ അതിന് ബാഗ് ഇട്ടാ northamerika.com റെഡിയല്ലേ? സാധനം എടുത്തോ. അപ്പോൾ ഇതാണ് നമ്മളെ ചെയിൻ്റെ അവസ്ഥ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ സോക്കറ്റും ചെയിനും ഇങ്ങനെ എത്തി വെച്ചിട്ട്, അപ്പോൾ ഡീസലുണ്ട് ഇവിടെ. അപ്പോൾ ഡീസൽ ലൈറ്റ് വെക്കാം. അപ്പോൾ ഒരു 1 day നമുക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ട് വെച്ചതാണ് ഇത് ഡീസലിൽ. അപ്പോൾ ഓൾമോസ്റ്റ് റസ്റ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നും കൂടി റസ്റ്റ് നല്ല പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 2 hour 3 hour ഇങ്ങനെ വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഇന്നലെ വാഷ് ചെയ്ത മുന്നേ ഓൾമോസ്റ്റ് ചെറിയൊരു കുട്ടപ്പനായി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സാൻഡ് പേപ്പർ ചെയ്തിട്ട് ഇതിൻ്റെ പൈൻറ്റൊക്കെ റിമൂവ് ചെയ്യാൻ നോക്കും.
എടുക്കാൻ പോകുന്നത് റസ്റ്റൊക്കെ എടുത്തതിന് ശേഷം റെഡ് എക്സ് ഉണ്ട്, ലൈക്ക് ഇതിന് ചെറിയൊരു 80 റുപ്പീസാണ് ഇത് വരുന്നുള്ള ഈ ചോപ്പ് നേരത്തുള്ളൊരു പാൻറ്റ്. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എവിടെയാണ് നമ്മൾ റെസ്റ്റ് എടുത്തത് അവിടേക്ക് ഇതുപോലെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിക്കാം. ബ്ലാക്കോ ഏത് വേണ്ടേ ബ്ലാക്ക് അടിക്കാം. ഓക്കെ, യെസ് മാൻ. എങ്ങനെയുണ്ട് നിങ്ങളെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഈ പണി? നിനക്ക് തുടരാൻ പറ്റുമോ? നിസ്സാരമാണ് മോൻ, നിസ്സാരം. അപ്പോൾ നിങ്ങൾ റെഡ് ഓക്സ് കൊടുത്തിന് കാണുന്നുണ്ടല്ലോ, ഫുൾ സെറ്റായി മൊത്തം കൊടുത്തേമോ. ഇനി ഇത് ഒണ്ടേമോ ഉണങ്ങാൻ വെക്കും ഡ്രൈ ആവാൻ. അതിന് ശേഷം ബ്ലാക്ക് പെയിൻറ്റ്. അപ്പോൾ ഇഞ്ചിന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇഞ്ചിനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇഞ്ചിന് റസ്റ്റ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വാട്ടർ പേപ്പറാണ് 220 നമ്പർ. അപ്പോൾ ഇതിൽ ഇതാക്കിയിട്ടാകുമ്പോൾ ഇതുപോലെയാണ് നല്ലൊരു ഷൈനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മൊത്തം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അടിച്ചോ മിസ്റ്റർ, ചെയ്യൂ. കമോൺ, ലെറ്റ്സ് ഡു ഇറ്റ് മാൻ. അതേമാതിരി ഇന്നലെ ഭയങ്കര മഴയാണ് ഗൈസ് പുറത്ത്. അപ്പോൾ നമ്മൾ സെറ്റപ്പാക്കി ശരി റൂമിൻ്റെ ഉള്ളിൽ കയറ്റി കുറച്ച് സാധനങ്ങളുണ്ട്, അതിൽ കുറച്ച് മൂലൊക്കെ ഇട്ട് അതിനുശേഷം നമ്മൾ സെറ്റാക്കി നമ്മളെ സ്റ്റുഡിയോ ആക്കി. യോ സ്റ്റുnt യൂട്യൂബ് പൊളി. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഡീസൽ അപ്ലൈ ചെയ്യുന്നു. ഡീസൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഷാമ്പു എടുത്ത് കവോ. ഓക്കെ, അപ്പോൾ എല്ലാ റെസ്റ്റും പോകുന്നതാണ് നമ്മുടെ വിശ്വാസം. പ്ലസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടയർ ഉണ്ടല്ലോ, ടയറിൻ്റെ മൊത്തം റെസ്റ്റാഞ്ഞ്, അതുകൊണ്ട് ടയറിൻ്റെ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഷാമ്പുൽ കഴിഞ്ഞപ്പം ഓൾമോസ്റ്റ് സെറ്റായി ഗൈസ്. പിന്നെ സൈലൻസർ അതുപോലെ ചെയ്ത് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മുമ്പത്തെ അതേ പാർട്സ് തന്നെ യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ്. ബിക്കോസ് നമ്മൾ എയിം എന്ന് പറയുന്നത് ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻജിനും ക്ലിയറായി. ഇനിയിപ്പോൾ റെഡ് എക്സ് അടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഫിറ്റിംഗ് ആണ്. പിന്നെ ഒരു ടാങ്ക് സെറ്റ് ചെയ്യും. ടാങ്ക് മുമ്പത്തെ ഹോൾ ഉണ്ടായി, അതുകൊണ്ട് അത് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് യൂസ് ചെയ്യും, ഹോളൊക്കെ സെറ്റായാൽ. പിന്നെ ഇതൊക്കെ അസംബിൾ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.